ക്ലാസ് 7 കമ്പ്യൂട്ടർ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. എന്താണ് അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നമ്മൾ നോക്കും. അപ്പോൾ ആ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നമുക്ക് ഏത് ഔട്ട്പുട്ടാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബെസ്റ്റ് ഇൻപുട്ട് കൊടുത്താലാണ് നമുക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലും നമുക്കൊരു കൃത്യമായ ഒരു ഔട്ട്പുട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു അക്യുറേറ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. പ്രൊസീജിയർ ഫോളോ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ പ്ലെയിനിൻ്റെ ഓരോ പാർട്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, കൃത്യമായ സ്ഥലങ്ങളിൽ അത് ഫിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് കൃത്യമായിട്ട് പറക്കുകയുള്ളൂ അല്ലേ. ഇതാണ് അൽഗോരിതം. സോ അൽഗോരിതം മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇവിടെ നോക്കൂ. നെക്സ്റ്റ് പേജിൽ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ആൻഡ് അൽഗോരിതം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ബി ഫോളോഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഫ്ലോ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. സോ അൽഗോരിതം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായ അഡ്രസ്സ് അറിയണം, ഏത് വഴി കൂടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സ്പെസിഫിക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ എന്താണ് വിചാരിച്ച ഔട്ട്പുട്ട് അത് കിട്ടുള്ളൂ. ആ ഒരു സ്റ്റെപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞല്ലോ. അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ആ അൽഗോരിതത്തിനെ നമ്മൾ ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അൽഗോരിതത്തിൻ്റെ നല്ല ക്വാളിറ്റീസ് എന്താണ്? ഓർത്തു വയ്ക്കാനുള്ള ഫോർമുല ഐ ഇതാണ് ഓർത്തു വയ്ക്കാനുള്ള ഫോർമുല. ഫസ്റ്റ് വൺ ഐ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷുഡ് ബി ഡിഫൈൻഡ് പ്രിസൈസ്ലി. ഇൻപുട്ടും ഔട്ട്പുട്ടും കൃത്യമായിട്ട് നമ്മൾക്ക് എന്ത് ഔട്ട്പുട്ടാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കണം ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നോർമൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ചോറ്, ആ അരി കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അപ്പിയറൻസ് ഒക്കെ അതുപോലെ ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അതേസമയം ബിരിയാണി അരി കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലോ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ അപ്പിയറൻസും എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ, നമുക്കറിയാൻ പറ്റും. സോ അതാണ് ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഇറ്റ് ഓൾസോ ഷുഡ് ബി ഡിഫൈൻഡ്. നമ്മളത് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് കൊടുത്താലാണ് നമുക്ക് ഔട്ട്പുട്ടും കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് നിർവചിക്കണം. Each step in an algorithm. Next one is T. The algorithm should be the most effective way to solve a problem. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണ്? അൽഗോരിതം ആയിരിക്കണം. ഓക്കെ, സോ അൽഗോരിതം ആയിരിക്കും. ഈച്ച് സ്റ്റെപ്പ് ഇൻ ആൻ അൽഗോരിതം ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്. അപ്പോൾ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്സും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്. അപ്പോൾ കൃത്യമായിരിക്കണം, അത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, ഈസി ആയിരിക്കണം. ഓക്കെ, ആൻഡ് അൽഗോരിതം നീഡ് നോട്ട് ബി എ കമ്പ്യൂട്ടർ കോഡ്. ഇൻസ്റ്റെഡ് ദ അൽഗോരിതം ഷുഡ് ബി റിട്ടൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ പ്രോഗ്രാം ലാംഗ്വേജസ്. അതായത് ഒരു അൽഗോരിതം ഒരു കമ്പ്യൂട്ടർ കോഡ് ആയിരിക്കണമെന്നില്ല, എല്ലാ പ്രോഗ്രാമിംഗ് ഭാഷകളിലും ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് നീഡ് നോട്ട് ബി എ കമ്പ്യൂട്ടർ കോഡ്. ഓക്കെ, സോ ദീസ് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് അൽഗോരിതം. ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് IT.
ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി അൽഗോരിതം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ 3 ഡിഫറെൻറ്റ് ബേസ് ഓഫ് അൽഗോരിതം നമുക്ക് തന്നിട്ടുണ്ട്, 3 ബോക്സുകളിലായിട്ട് 1, 2 ആൻഡ് ഹിയർ 3. ഓക്കെ, ഇപ്പോൾ ഒരു നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയെന്ന് കരുതിക്കോളും. അപ്പോൾ ആ ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ 3 രീതിയിലുള്ള അൽഗോരിതമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഒന്നാമത് 3 രീതിയിൽ നമുക്ക് അവർക്ക് വീട്ടിലെത്താം. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെയൊക്കെ മെത്തേഡ്സാണ് ഇവിടെ തന്നിരിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഹയർ എ ടാക്സി ഓട്ടോറിക്ഷ അൽഗോരിതം. അതായത് ഓട്ടോറിക്ഷ സ്റ്റെപ്പ് 1 നോക്കൂ, ഗോ ടു യുവർ ടാക്സി ഓർ ഓട്ടോറിക്ഷ ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയിട്ട് ടാക്സി ഓട്ടോയോ, സെക്കൻഡ് വന്നിട്ട് അത് വാടകയ്ക്ക് എടുത്തിട്ട് ആ വെഹിക്കിളിൽ കയറുക. ദെൻ മൂന്നാമത്തെ അഡ്രസ്സ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുക, ആ സ്ഥലത്ത് എത്തുക. ഓക്കെ, ഡയറക്റ്റാണ്, ഇത് കുറച്ചും കൂടി സിമ്പിളാണ്, പിന്നെ ഈസിയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്, പിന്നെന്താ കംഫേർട്ടാണ്, ഒരു റിസ്ക്കും ഇല്ല. ഇതിലത്തെ പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജും എക്സ്പെൻസീവ് അല്ലേ. ഇതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ടെലിഫോൺ മീ അൽഗോരിതം. അതെന്താണെന്ന് നോക്കാം. കോണ്ടാക്ട് മീ ആസ് യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, മീറ്റ് മീ ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് എ ലാൻഡ്മാർക്ക്. സോ ഇത് രണ്ടെണ്ണമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്ത് വന്നതും എന്നെ കോണ്ടാക്ട് ചെയ്യൂ, പുറത്ത് വന്ന് നിൽക്കൂ. സെക്കൻഡ് നോക്കൂ, കോണ്ടാക്ട് മീ. അപ്പോൾ ഫ്രണ്ടിനോട് നേരിട്ട് വരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്താ, ചിലപ്പോൾ വരുന്ന ഫ്രണ്ട് എന്തായിരിക്കാം, ആ സിറ്റിയിലേക്ക് പുതിയതായിരിക്കാം, സ്ഥലം കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അവരോട് വന്ന് പിക്ക് ചെയ്യാൻ പറയുന്നു. ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ നോക്കൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് അൽഗോരിതം. ക്യാച്ച് ബസ് നമ്പർ 321 ഔട്ട്സൈഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഗെറ്റ് ഡൗൺ അറ്റ് കാശ്മീരി ഗേറ്റ് സ്റ്റോപ്പ്, വാക്ക് 2 blocks west to reach my house. സോ ഇതിൽ വന്നിട്ട് എന്താ പറയുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് 321 ബസ് കയറൂ, കാശ്മീരി ഗേറ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ട് 2 blocks കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്, അങ്ങോട്ട് വരാൻ പറയണം. സോ ഇതെന്താണെന്ന് വെച്ചാൽ ചീപ്പാണ്, ബട്ട് കുറച്ച് ലോങ്ങസ്റ്റ് മെത്തേഡാണ് അല്ലേ. ഇറ്റ് സേവ്സ് മണി ടു. ഓക്കെ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ടാവും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും അല്ലേ. ഒരു കാര്യം ചെയ്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കും, ഇവിടെ മാത്രമേ ഡെസ്റ്റിനേഷനിൽ എത്തിയാന്ന് മതി എന്ന് മാത്രം നോക്കുമോ? ഇല്ല, നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് വരും, നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, അപ്പോൾ ഫുഡിൻ്റെ ചിലവ്, നമ്മൾ ട്രാവൽ ചെയ്യണതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് 3ഉം ഓരോ രീതിയിലുള്ള സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയറാണ് കൊടുത്തിരിക്കുന്നത് ഓരോ അൽഗോരിതത്തിനും. സോ അപ്പോൾ നമുക്ക് ഈ 3ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3ഉം എന്താണ്, ഇറ്റ് വിൽ റീച്ച് ദ സെയിം ഗോൾ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് 3എണ്ണത്തിനും ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തെ ആണെങ്കിൽ ഈസിയാണ്, കംഫർട്ടാണ്, പക്ഷേ എക്സ്പെൻസീവാണ് ഓട്ടോയിൽ പോണത്, നമുക്ക് ടൈം സേവ് ചെയ്യാം. സെക്കൻഡ് വൺ വന്നിട്ട് പിക്ക് ചെയ്യാൻ പറയണം, അവിടെ വേറെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ വന്നിട്ട് ചീപ്പാണ്, പക്ഷേ ഇറ്റ് ഈസ് ലോങ്ങസ്റ്റ് മെത്തേഡ്, റൈറ്റ്. ബസ്സിൽ പോയി അവിടെ എത്തുക എന്നുള്ളത്, പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് പറയുന്നുണ്ട്, പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, ഇറ്റ് ഹെൽപ്സ് ടു സേവ് മണി. ഓക്കെ, സൗകര്യം അനുസരിച്ചിട്ടാണ് ഇതിൽ നമ്മൾ പ്രിഫർ ചെയ്യുക അല്ലേ. സോ ഇത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതമാണ്, ബട്ട് ഇറ്റ് റീച്ച് ദ സെയിം ഗോൾ. നമ്മളപ്പോൾ ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, നമ്മളൊരു പുവർ അൽഗോരിതമാണ് കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, പുവർ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രേസ് ഇതിൽ പറയുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ ഇതിൽ പറയുന്നുണ്ട്, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും പുറത്ത് തരിക. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ടേക്ക് 2 നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു നമ്പേഴ്സ് എടുക്കുക, ദെൻ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു, ആൻഡ് പ്രിൻറ്റ് ദ റിസൾട്ട്, സ്റ്റോപ്പ്. ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, സ്റ്റാർട്ട്, ടേക്ക് 2 നമ്പേഴ്സ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് അറിയണം. അപ്പോൾ അതിൽ എ ഗ്രേറ്റർ ദാൻ ബി, ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടുന്നുണ്ട്, അത് എ ബീനെക്കാട്ടിലും വലുതാണോ എന്ന് ചോദ്യമുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, അതല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് കൊടുക്കുന്നു. പ്രിൻറ്റ് എ ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ അതോടുകൂടി ആൻസർ കഴിയണം, അതാണ് വലുതെങ്കിൽ. അതല്ലെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 6. സോ പ്രിൻറ്റ് ബി ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ, ബി ആണെങ്കിൽ ബി. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ കോഡ്, ഇറ്റ് ഹാസ് എ മീനിങ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഗൈഡ് us to get a clear programming code.
ഓക്കെ. സോ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നതിൽ എന്താണ്? ഫ്ലോ ചാർട്ട് മീൻസ് ഇപ്പോൾ ഓരോ സ്റ്റെപ്സ് എന്ന് കൊടുത്തല്ലോ, ഈ ഓരോ സ്റ്റെപ്സും എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോബ്ലം സോൾവിങ് process, that is algorithm. It is called a flow chart as it charts the flow of a program. Direction of flow in a flow chart is always from top to bottom. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഈ അൽഗോരിതം സ്റ്റെപ്പായിട്ട് എഴുതിയത് നമ്മൾ ചിത്രം വരച്ച് ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റെപ്പിനെക്കാട്ടിലും നമുക്കൊരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിരിക്കും. അതിൽ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ പ്രസൻറ്റ് ചെയ്യുന്ന അൽഗോരിതമാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. എപ്പോഴും അത് മേലെന്ന് താഴത്തേക്കായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആവാം. ഓക്കെ, അതിൽ പിന്നെ ജിയോമെട്രിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഓരോ ഓപ്പറേഷൻസും എങ്ങനെയാണ് കണക്റ്റഡ്? ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ബൈ ആരോ മാർക്ക്. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ സിമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ബേസിക് സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കോഡ്, ഓർത്ത് വയ്ക്കാനുള്ള കോഡ് PF ഡിസ്ക്. അതായത് നമുക്ക് 6 പോയിൻറ്റ്സാണ് ഇവിടെ പഠിക്കാനുള്ളത്. 6 ബേസിക് സിമ്പിൾസാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് ഓർത്ത് വയ്ക്കാനായിട്ടാണ് ഞാനിവിടെ PF ഡിസ്ക് എന്ന കോഡ് എഴുതി വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ബോക്സ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. റൗണ്ടഡ് എഡ്ജ് ബോക്സ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ എ റെക്റ്റാങ്കിൾ ഷേപ്പ്. അതിൻ്റെ സൈഡ് വന്നിട്ട് റൗണ്ടഡ് എഡ്ജ് ബോക്സ് ആയിരിക്കും. അതിൻ്റെ സൈഡ് വന്നിട്ട് ഇങ്ങനെ റൗണ്ടഡ് കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇതൊരു പാരലോഗ്രാം ഷേപ്പിലുള്ളൊരു ബോക്സാണ്. ഇത് ഇൻപുട്ടും ഒരു പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിലുള്ള ബോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിംഗ് ബോക്സ് വന്നിട്ട് റെക്റ്റാങ്കിൾ ഷേപ്ഡ് ആണ്. ഇവിടെ നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ പാർട്ട്, അതായത് പ്രോസസ്സിംഗ് പാർട്ട് എന്ന് പറയുന്നത് അവിടെ എന്താണ് നടക്കുന്നത്, അതായത് കാൽക്കുലേഷൻസ്. ആ പ്രോസസ്സിൻ്റെ അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ മെയിൻ സ്റ്റെപ്പാണിത് പ്രോസസ്സിംഗ്. ഇവിടെ നടക്കുന്നത് എന്താണ്? കാൽക്കുലേഷൻസ്. നെക്സ്റ്റ് വൺ ഡിസിഷൻ ബോക്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ A ഗ്രേറ്റർ ദാൻ B എന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ A ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഓർ B ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ, ഇങ്ങനെയുള്ള ഡിസിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടീഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബോക്സാണ് ഡിസിഷൻ ബോക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത് ആരോ ലൈൻസ് ആണ്. ഓരോ ബോക്സിൽ നിന്നും നെക്സ്റ്റ് ബോക്സിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അപ്പ് ടു ഡൗൺ ആണെങ്കിൽ അതുപോലെ, അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ലൈൻസ്, ദിസ് ആരോ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്ഡ് സിമ്പിളാണ്. ഓക്കെ, ആ ഫ്ലോ ചാർട്ടിനെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു പാർട്ടാണ് കണക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് PF ഡിസ്കിൻ്റെ ഡീറ്റെയിൽ പറയാം. P ഫോർ പ്രോസസ്സിംഗ് ബോക്സ്. ഇത് ഓർഡറിലല്ല, ബട്ട് നമുക്ക് 6 പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. ഓക്കെ, P ഫോർ പ്രോസസ്സിംഗ് ബോക്സ്, F ഫോർ ഫ്ലോ ലൈൻസ്, D ഫോർ ഡിസിഷൻ ബോക്സ്, I ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സ്, S ഫോർ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബോക്സ്, C ഫോർ കണക്റ്ററിങ് സിമ്പിൾസ് ആണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസിലും പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, അൽഗോരിതത്തിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതാണ് ഫ്ലോ ചാർട്ടെന്ന്. അതെന്താണ്? ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ഹെൽപ്സ് ഇൻ അനലൈസിങ് ദി പ്രോബ്ലം ഇൻ എ മോർ എഫക്റ്റീവ്ലി. ചിത്രം വരച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ ബെറ്റർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ലോജിക് ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ലോജിക് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ ഫ്ലോ ചാർട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ ബെറ്റർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ logic of a system. Next, it act as a guide during the program development phase. സോ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ഫേസ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആ ഫേസിൽ ഈ ഫ്ലോ ചാർട്ട് പെട്ടെന്ന് തന്നെ, അതായത് ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഒരു റെഫറൻസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ഔട്ട് എറേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റുന്നു. നെക്സ്റ്റ്, ഫ്ലോ ചാർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് 2 പോയിൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ
ഒരു പ്രോഗ്രാം ലോജിക് വന്ന് വളരെയധികം വലുതാണെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നെക്സ്റ്റ് വൺ ചേഞ്ച് ഓർ എഡിറ്റ് സംതിങ് ഇൻ ദ ഫ്ലോ ചാർട്ട് ഈസ് ഡിഫിക്കൾട്ട്. അതായത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റി ആ ഫ്ലോ ചാർട്ടിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതായത് ആ ഭാഗം മാത്രം പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റീഡ്രോ ചെയ്യേണ്ടി വരും, വേറൊരു ചിത്രം നമുക്ക് ഫസ്റ്റ് മുതൽ വരയ്ക്കേണ്ടി വരും. ഇതാണ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഓക്കെ, നെക്സ്റ്റ് റൂൾസ് ഫോർ മേക്കിംഗ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനുള്ള റൂൾസ് എന്തൊക്കെയാണ്? 6 പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ നെസസറി എക്യുപ്മെൻറ്റ്സും കൃത്യമായിട്ട് നമ്മൾ ലിസൺ ചെയ്തിരിക്കണം. പിന്നെ കറക്റ്റ്, അതായത് ഈ ഒരു പോയിൻ്റ് അതല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതല്ല അപ്പോൾ വേറെ ഏതെങ്കിലും ആണെന്ന് വരയ്ക്കണമെന്ന്, വേറെ എന്തെങ്കിലും ഒരു പോയിൻ്റാണ് നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതല്ല പിന്നീട് ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ആ ഫ്ലോ ചാർട്ട് റീഡ്രോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വളരെയധികം എല്ലാ നെസസറി എക്യുപ്മെൻറ്റ്സും എടുത്തു, അതായത് കൃത്യമായിട്ടുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ തുടങ്ങേണ്ടത്. അത് വന്നിട്ട് വളരെയധികം ക്ലിയർ ആയിരിക്കണം, നീറ്റായിരിക്കണം ആൻഡ് ഈസി. നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോ ചാർട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓൺലി വൺ ഫ്ലോ ലൈൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ കൺജങ്ഷൻസ് വിത്ത് ടെർമിനൽ സിമ്പിൾസ്. ഓരോ ടെർമിനൽ സിമ്പിൾസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലി സിംഗിൾ ലൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആവാം. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഫ്ലോ ലൈൻസ് അവോയ്ഡ് ചെയ്യാം. അതായത് ഇടയിൽ ഒന്നിൽ കൂടുതൽ ആരോ മാർക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മിസ്റ്റേക്സ് പറ്റും, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്ലോ ലൈൻസ് ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ഫ്ലോ ലൈൻസ് ഇൻ്റർസെക്ഷൻ ചെയ്യുന്നതിലൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ കൂടുതലായിട്ട് വലിയ ഫ്ലോ ചാർട്ടൊക്കെ ഡിഫിക്കൾട്ടായിരിക്കും നമുക്ക്. എന്താണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് കണക്ട് സിമ്പിൾസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഫ്ലോ ലൈൻസ്. ഓക്കെ, കണക്ട് സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. എന്ത് ഫ്ലോ ചാർട്ട് കുഞ്ഞതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്ത് നമുക്കൊരു ഡിസിഷൻ ഈസി ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഒരു ലെങ്തി ആയിട്ടുള്ളതൊക്കെ ആണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി കുറച്ചും കൂടെ ഡിഫിക്കൾട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലൈൻസ് യൂസ് ചെയ്യുന്നതിന് പകരം, അതായത് കോംപ്ലക്സ് വലുതാക്കുന്ന ഈ ഫ്ലോ ചാർട്ട് വലുതാക്കുന്നതിന് പകരം നമുക്ക് കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്പർ ഓഫ് ലൈൻസ് വന്നിട്ട് കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലോ ചാർട്ട് ഒരുപാട് ഡിഫിക്കൾട്ട് അല്ലാണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. സെയിം തന്നെ നമ്മൾ ഓട്ടോറിക്ഷ ടാക്സി അൽഗോരിതം പറഞ്ഞല്ലോ, ഇതിന് മുന്നേ എക്സാമ്പിൾസ് അതേ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ ഇത്രയേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്പർ 37, 38 ആൻഡ് 39 ഇത് നോക്കാം നമുക്ക്. 7ൽ ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ബി ഫോളോഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അൽഗോരിതം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് കണ്ടാലേ നമുക്കറിയണം അൽഗോരിതം. ഇതിൽ വേറൊരു ഓപ്ഷൻസ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം. അൽഗോരിതമാണ് ഇതിൻ്റെ ആൻസർ. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ എ ഫ്ലോ ചാർട്ട് ഈസ് ഓൾവേസ് ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ്, റൈറ്റ് ടു ലെഫ്റ്റ്. ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൻ്റെ ഒരു ഫ്ലോ വന്നിട്ട് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. ഓക്കെ, ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇതിൽ വന്ന് കൊടുത്തിരിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇതല്ല ഇതുമല്ല, ടോപ്പ് ടു ബോട്ടം ആണ് ആൻസർ. ദ ഡാഷ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ കോഡ്. ഡാഷ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ കോഡ്. ഇവിടെ ഓൾറെഡി പറഞ്ഞതിൽ അൽഗോരിതം, ഫ്ലോ ചാർട്ട് ബോത്ത് എ ആൻഡ് ബി. ആൻഡ് അൽഗോരിതം നീഡ് നോട്ട് ബി എ കമ്പ്യൂട്ടർ കോഡ്. അൽഗോരിതമാണ് ആൻസർ, ഇതല്ല. Algorithm is not a computer code. And flow chart. So both A and B, flow chart ഉം algorithm എന്താണ്, സോറി, തേർഡ് വൺ ഡാഷ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ കോഡ്. അൽഗോരിതം ഫ്ലോ ചാർട്ടും രണ്ടും കമ്പ്യൂട്ടർ കോഡല്ല. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി ഈസ് ദ ആൻസർ.
ബോത്ത് എ ആൻഡ് ബി ഈസ് ദ ആൻസർ. ഇത് രണ്ടും അല്ല. ഡാഷ് ഈസ് ദ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ഫ്ലോ ചാർട്ട്. Next, fill in the blanks. The symbols used to indicate input and output in a flowchart. ഫ്ലോചാർട്ടിന് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് പാരലോഗ്രാം ഷേപ്ഡ് ബോക്സ് ആണ് അല്ലേ? അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പാരലോഗ്രാം ബോക്സ്. ഡാഷ് ഈസ് എ flow chart. Okay, it is a diagrammatic representation of the steps involved in problem solving. Rhombus shaped symbol is known as decision box. Decision box rhombus shaped symbol ആണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് rhombus decision box, rhombus shaped box. Next, the rectangle with rounded and shape is used to mark the beginning and end of the flow chart. Okay, rectangle with a rounded edge, it is used to mark the beginning and the end of the flow chart. Rectangle is used to show the process in a flow chart. Okay, flow chart le rectangle shape box endina use cheynathu? It is used for processing. Next, true or false statement. Algorithm is a graphical representation of a flow chart. It is false. Processing box is a rectangular shaped symbol used for doing calculation. Processing box rectangle shaped ആണ്. Yes, true. The flow charts help in finding out errors. True. Flow chart is written in simple English language. True. A flow chart helps in the development of a program. True. അപ്പോൾ ആൻസർ ദ ഫോളോയിങ്. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ പേജ് നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി റെഫർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതാണ് എൻ്റെ റാംബിൾസ് വ്യൂ.